തെരഞ്ഞെടുപ്പ് അടുത്തതോടെ CPM-ന് ഹിന്ദുമത വിശ്വാസികളോടുള്ള അടുപ്പം വർദ്ധിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അയ്യപ്പ സംഗമം 8 നിലയിൽ പൊട്ടിയതോടെ അടുത്ത നമ്പറുമായി സർക്കാർ കളത്തിലിറങ്ങിയിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ബോണസായി കിട്ടിയതോടെ വിശ്വാസികളെ ചാക്കിലാക്കാമെന്ന ആഗ്രഹവും 4 ആയി മടക്കി പോക്കറ്റിലാക്കേണ്ടി വന്നു. പക്ഷേ അതുകൊണ്ടൊന്നും തളരാൻ തയ്യാറല്ലാത്ത CPM തന്ത്രപരമായ നീക്കവുമായി എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ ഡോക്ടർ രതീഷ് കാളിയാടൻ തിരുവനന്തപുരത്തെ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിൽ സ്ഥിര സന്ദർശനം നടത്തുന്നയാളാണ്. അദ്ദേഹം ഈയിടെ ശാന്തിഗിരി ആശ്രമത്തിലെത്തി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്യയെയും ആലുവ അദ്വൈതാശ്രമത്തിലെത്തി സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധിനെയും സന്ദർശിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടെയായിരുന്നു ഈ സന്ദർശനങ്ങൾ എല്ലാം എന്നാണ് ലഭിക്കുന്ന സൂചന. കൊടുമ്പിരി കൊണ്ട ചർച്ചകളാണ് ഈ വിഷയത്തെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. സ്വർണ്ണപ്പാളി വിവാദം ദേവസ്വം ബോർഡിന്റെ തലയിൽ വെച്ച് കെട്ടാനുള്ള തീവ്ര ശ്രമവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാണാൻ കഴിയും. 3-ാം വട്ടവും ഭരണം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹിന്ദു വോട്ടുകൾ പരമാവധി പെട്ടിയിലാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ഹിന്ദുമത മേധാവികളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാനാണ് CPM-ന്റെ അശ്രാന്ത പരിശ്രമം. CPM-ഉം സർക്കാരും വിശ്വാസങ്ങൾക്കെതിരല്ലെന്ന് ജനങ്ങളെ ബോധിപ്പിക്കാനാണ് ഈ കാട്ടിക്കൂട്ടലുകൾ. ഈ തത്രപ്പാടുകൾക്കിടയിലാണ് രതീഷ് കാളിയാടൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട കുറിപ്പും വൈറലാകുന്നത്. ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ നടത്തിയ സന്ദർശനമാണ് കുറിപ്പിന്റെ ഉള്ളടക്കം. അറിയാനും അറിയിക്കാനുമാണ്, വാദിക്കാനും ജയിക്കാനുമല്ല എന്ന ഗുരുവിന്റെ സന്ദേശമൊക്കെ കുറിപ്പിൽ കോട്ട് ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഇടതുപക്ഷത്തിന്റെ ഇരട്ട നിലപാടുകൾ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി എന്നാണോ ഇതുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് അറിയില്ല. സ്വാമി ധർമ്മചൈതന്യവുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യവും കുറിപ്പിൽ പറയുന്നുണ്ട്. വർഷങ്ങളോളം വിശ്വാസങ്ങളെ പരിഹസിച്ച CPM ഇപ്പോൾ ഗുരുവിന്റെ മതേതര പാരമ്പര്യത്തെ പോലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശബരിമലയിലും ഗുരുവായൂർ സന്നിധിയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പോയതും മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷത്തിന് മന്ത്രി സജി ചെറിയാനെ നിയോഗിച്ചതും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ജ്യോതിഷി മാധവ പൊതുവാളിനെ സന്ദർശിച്ചത് വിവാദമായതും ഇതേ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ആ തിരി തെളിയുന്നിടത്താണോ കണ്ണനിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചതൊക്കെ അദ്ദേഹം തന്നെ മറന്നുപോയെങ്കിൽ ഒന്നുകൂടെ ഞാനത് ഓർമ്മപ്പെടുത്തുന്നു. 3-ാം വട്ടവും ഭരണം കിട്ടാൻ ഏത് ആശ്രമത്തിന്റെ പടിയും കയറാൻ CPM ഒരുക്കമാണ്. CPM-ന്റെ തന്ത്രപരമായ നീക്കം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. താത്വിക ആചാര്യന്മാരെ തള്ളിപ്പറഞ്ഞ് മതമേധാവികൾക്ക് പിന്നാലെ പോകുന്ന CPM-ന്റെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇതിനോടകം തന്നെ വിശ്വാസികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്.